സഹൃദയരെ, വിഷു എന്നത് മലയാളിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഉത്സവമാണല്ലോ. കേരളത്തിലെ കാർഷികോത്സവമാണ് അത്. മലയാള മാസം മേടം 1 കേരളത്തിൽ മാത്രമല്ല, അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലും വിഷു ഒരാഘോഷമാണ്. ആണ്ടുപിറവിയുടെ ആഘോഷം, ഒരു മണ്ണോർമ്മയാണത്. വീണ്ടെടുപ്പിന്റെ ഒരു ഉത്സവം. ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിന് വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വൈലോപ്പിള്ളിയുടെ ഈ വരികൾ മനസ്സിലോർത്തുകൊണ്ടാണ് ഓരോ മലയാളിയും വിഷുവിനെ ആവാഹിക്കുന്നത്. ഗ്രാമീണ ജീവിതത്തിന്റെ ഈ മണവും മമതയും പക്ഷേ മലയാളി ഇന്ന് എവിടെയോ മറന്നു വെച്ചു പോയിരിക്കുന്നു എന്നതാണ് സത്യം. കാലം മാറി കഥയും എന്നാണല്ലോ പറയുക. കണിക്കൊന്ന കാലം തെറ്റി പൂക്കുന്നു. കൃഷിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ കർഷകർ ജീവിതച്ചൂടിൽ ഉരുകിയൊലിക്കുന്നു. അതിനിടയിൽ ആഘോഷങ്ങളെല്ലാം പൊങ്ങച്ചങ്ങളുടെ കെട്ടുകാഴ്ചകളാവുന്നു. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത പ്ലാസ്റ്റിക് കണിക്കൊന്നയും കണിവെള്ളരിയും കൊണ്ട് വിഷുക്കണി ഒരുക്കി പൊങ്ങച്ചങ്ങൾ വിളമ്പുന്ന വിട്ടിപ്പെട്ടിക്ക് മുമ്പിൽ നാം ഇന്ന് പുതിയ കാലത്തിന്റെ നിസ്സഹായതയെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. പച്ചക്കറികൾക്കായി തമിഴ്നാട്ടിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മലയാളി അവിടെ നിന്ന് വരുന്ന വിഷസമൃദ്ധമായ പച്ചക്കറികൾ കൊണ്ട് കണിയൊരുക്കിയാൽ വിഷുക്കണിയും വിഷമയമായി പോവുകയാണല്ലോ ചെയ്യുക. കണിക്കൊന്ന എങ്ങനെയാണ് വിഷുക്കാലം അറിയുന്നത് എന്ന് കുട്ടികൾ ചിലപ്പോൾ കുസൃതിയായി ചോദിക്കാറുണ്ട്. പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ട വിത്തുകൾ രൂപപ്പെടുത്തുന്നതിനാണ് ഓരോ പൂവും വിരിയുന്നത്. പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ്. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയ്ക്ക് ഗോൾഡൻ ഷെവർ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. അത് കൊടും വേനലിലും പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യും. മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുമ്പോഴാണ് കണിക്കൊന്ന പൂക്കുന്നത്. കൊന്ന പൂത്ത് 1.5 മാസമായാൽ കാലവർഷം വന്നെത്തും എന്ന സൂചനയാണ് ഇത്. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത കൂടി ഓർമ്മ വരുന്നു. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലമെത്തി. ഭാരതത്തിലെ കാർഷിക പഞ്ചാംഗത്തിലെ ആദ്യ ദിവസമാണ് കേരളത്തിൽ വിഷുവായി ആഘോഷിക്കുന്നത്. ഭാരതത്തിൽ ഒട്ടുമിക്കയിടത്തും ഇതേ ദിവസം വിവിധ ആഘോഷങ്ങളുണ്ട്. ആസാമിൽ ഇത് ബിഹു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ ബൈഹാഗ് ആണ് അവർക്ക് ബിഹു. കാർഷികോത്സവമാണ് ആസാമികൾക്ക് ബിഹു. ബീഹാറിലെ ആഘോഷത്തിനും ബൈഹാഗ് എന്നാണ് പറയുക. പഞ്ചാബിൽ ഇതേ സമയം വൈശാഖിയും തമിഴ്നാട്ടിൽ പുത്താണ്ടും ആഘോഷിക്കുന്നു. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഇക്കാലത്ത് ഉഗാദി എന്ന ആഘോഷമാണ്. യുഗ ആദിയാണ് ഇവർക്ക് ഉഗാദി ആയത്, അതായത് ആണ്ടുപിറവി. ദേശവും കാലവും മണ്ണും മരങ്ങളും പുഴയും പാടവും സമൃദ്ധമായിരുന്ന ഒരു വിഷുക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഗൃഹാതുരതയോടെ മനസ്സ് ചെന്നെത്തുന്ന ഓർമ്മയാണല്ലോ വിഷു. പുതിയ കാലത്തിലേക്ക് പ്രതീക്ഷയുടെ കണിയൊരുക്കി സൂര്യൻ പുതിയ പ്രദക്ഷിണ വഴിയിലേക്ക് നീങ്ങുന്ന കാലം. വസന്തകാലത്തിന്റെ വരാനിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വിഷുപ്പക്ഷി പാടി വിളിക്കുന്നു. പ്രകൃതിയുടെ മണ്ണോർമ്മയായി നിറയെ പൂത്തുറിഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ. ചൂട് കൂടുന്നുവെന്നും മഴ പെയ്യാൻ ഇനി എത്ര നാളുണ്ടെന്നും കർഷകനെ അറിയിക്കുന്ന കാലത്തിന്റെ ഘടികാരമാണ് പൂത്തു നിൽക്കുന്ന ഈ കർണികാരപ്പൂക്കൾ. കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ചാലിടയിൽ കർമ്മം, കൈക്കോട്ടുചാൽ, വിഷുക്കരിക്കൽ, വിഷുവേല, വിഷുവെടുക്കൽ, 10-ാം ഉദയം എന്നിങ്ങനെ ധാരാളം ആചാരങ്ങൾ. വിഷു സദ്യക്ക് മുമ്പായി നിലം ഉഴുതുമറിച്ച് വിത്തിടുന്ന ആചാരമാണ് ചാലിടി. പഴയ കാർഷിക ഉപകരണങ്ങളെല്ലാം മാറ്റി പുതിയവ ഉപയോഗിക്കും. പുതിയ കൈക്കോട്ട് കഴുകി പൂജിക്കുന്ന ആചാരമാണ് കൈക്കോട്ടുചാൽ. പിന്നെ കുറച്ച് സ്ഥലത്ത് കൊത്തിയിളക്കി നവധാന്യങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് നടുന്ന ഒരു ആചാരമുണ്ട്. അതാണ് വിഷുവെടുക്കൽ. പാടത്ത് കൃഷിയിറക്കിയ കർഷകൻ പറമ്പ് കൃഷിയിലും തുടക്കമിടുന്നു എന്നതിന്റെ ആചാരമാവാം ഇത്. അന്നൊക്കെ കണി കണ്ടു കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ചില്ലറ നാണയങ്ങളാണ് കൈനീട്ടമായി ഉള്ള കയ്യിൽ വെച്ച് തരിക. അതിന്റെ തിളക്കവും കിലുക്കവും ഇന്നും ഓർമ്മയിലുണ്ട്. ഇന്നിപ്പോൾ ചൂടാറാത്ത നോട്ടുകൾ ചിലപ്പോൾ തരുന്നുണ്ടാവാം. നിർവൃതിദായകമായ ഒന്നും ഇന്നത്തെ കൈനീട്ടങ്ങൾക്കില്ല എന്നതല്ലേ സത്യം. പണത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും പൊലിമ കാട്ടാനുള്ള ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ ഉത്സവങ്ങളെല്ലാം. എൻ കക്കാടിന്റെ സഫലമീ യാത്രയാണ് ഓർമ്മയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെ ഓരോ തളിരിലും പൂ വരും, കായ് വരും. നമ്മൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യമായി എതിരേൽക്കാം. വരിക സഖി എന്ന അരികത്ത് ചേർന്ന് നിൽപ്പൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം. അന്യോന്യം 3 വടികളായി നിൽക്കാം എന്ന് സഫലമീ യാത്രയിൽ പറയുന്ന വരികൾ ഗൃഹാതുരത ഉണർത്തുന്നത് തന്നെയാണ് എക്കാലത്തും. തിരികെ നടക്കാൻ കൊതിക്കുന്ന ഒരു വിഷുക്കാലത്തിന്റെ തണലിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാം. ആ കൊന്നമരച്ചോട്ടിലേക്ക് ഐശ്വര്യ സമൃദ്ധമായ ഒരു പുഞ്ചിരിയുടെ വിഷുക്കണി ഒരുക്കാം.
എന്നിട്ട് മധുസൂദൻ നായരുടെ ഒരു കവിത ഓർക്കാം. ശേഷിച്ച മാവിലൊരു കനി തരും, മുറ്റത്ത് ശോഷിച്ചു നിൽക്കുന്ന കൊന്നയിൽ പൂത്തരും, അന്യോന്യമെന്നും കണിയാകുവാൻ മമ കണ്ണാടിയും കതിർ പൂവിളക്കും തരും, കാലത്തിന്റെ ഒട്ടുലിയിൽ നിന്ന് നാളെ കൈവെള്ളയിൽ കുഞ്ഞ് കൈനീട്ടമായി തരും. എല്ലാവർക്കും വിഷു ആശംസകൾ. ഞാൻ ബാലു പൂക്കാട്.